അങ്ങനെ മോളിലിരിക്കുന്നവന് മാത്രം അറിയാമെന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരം പ്രതീക്ഷിച്ചിട്ട് മോളിൽ താമസിക്കും ഒരാഴ്ചയായിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ, സുന്ദരൻ. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മുതലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവശ്യത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ഉണ്ണികൃഷ്ണ, ആ ക്യാഷ് എടുത്ത് ഇയാളെ നാട്ടിലേക്ക് തള്ളു, ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? പോടോ. എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അതിൽ തുടരുത്. എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നും ഇല്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്തൊന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും സുന്ദര വിടറാ. അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മൂത്തച്ഛൻ എന്റെ അരയെ കിട്ടിയതാ. എടുത്തു. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയിന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30 അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തിട്ട് പോയിക്കോ. സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ. അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കരണ്ട് ഞാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ഉണ്ണി, എന്താ? അവൻ ഇവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. എന്റെ പാസ്പോർട്ട് കരണ്ട് ചെയ്യുന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്താ കാണിക്കുന്നേ? തരാടാ. എടാ, ഇപ്പൊ സിഗല്ലാവുന്ന്. സുന്ദര, പറഞ്ഞു. സിഗല്ലായി. പോയി. വണ്ടി എടുക്കടോ. ഇങ്ങോട്ട് എടുക്കടോ. ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോ ഉണ്ടാക്കുവാടോ? വണ്ടി എടുത്ത് മാറ്റോ. എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ. വണ്ടി പിന്നെ ഊട്ടറില കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാർ അകത്തേക്ക് കയറിയിരിക്കേ. എന്താ വെയില്. സാറ് വല്ലാതെ കറുത്തു. വാ സാർ അകത്തേക്ക്. ഈശ്വര, വീരപ്പൻ കുറിപ്പ്. ഓക്കെ സാർ. നീ എന്താണ് തമാശ കളിക്കണം? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛന് പോയാണ് റോഡ്. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റടാ തെണ്ടി. ഇനി മാറി കാലെ കൊണ്ടതാ. കൊല്ലും ഞാൻ.
കാറിന്റെ അകത്ത് കയറല്ലേ നീ? അയ്യോ, അത് വിട്ടേ. ആ, എലി, എലി. ആ, നിക്കാൻ, വൃത്തിയിലാണ് ചാവമേ. നിക്കവിടെ. എന്താണ് ഇത്? ഏയ്, എലി, എലി. ആ, എലിയല്ലടാ, ഇത് പുലിയാ. sorry. ഓടരുത്. നിക്കാനാ പറഞ്ഞെ. അയ്യോ. നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചത്? അതാണ് എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർത്ത എലിയെ വകവരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുപോണ എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോട്ടിൽ വെച്ച് എലിയെ കൊല്ലാൻ പാടുന്ന നിയമമുണ്ടോ? എടാ, ജാം. ജാമോ? അതും അവൻ തിന്നു. ആ ജാമല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ സി ഐ വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി നിൽപ്പുണ്ട്. ഇങ്ങെടുത്താ. വണ്ടി മാറ്റണം. ഓ, കിട്ടി സാർ, കിട്ടി. ആരുടെ ഇവൻ? ഇതാണ് സുന്ദരൻ. അമ്മ. ഇവനെയാണോ സുന്ദരാന്ന് വിളിച്ചത്? വണ്ടി എടുക്കണം. ഓ സാർ, അയ്യോ, വണ്ടി ഞാൻ എടുത്തോളാം സാർ. ആരുടെ എന്നെ പുറകിൽ നിന്ന് അടിച്ചത്? ഏ? ആരടാ? അയ്യോ, ഓ, നീയാണല്ലേ? ഒന്ന് പിടിക്ക്, എന്താണ് ഇത്? ഡോറ. ഓ, ഓൺ. അയ്യോ, കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താടാ വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില് അയ്യോ, ഓൺ. ആ, വണ്ടി എടുക്കടാ. എടുക്കാം സാർ. ഒന്ന് മാറണം. എന്താടാ വണ്ടി ഓഫായി പോയി. വണ്ടി പോയി വണ്ടി അല്ലടാ. വേഗം ചെല്ലടാ. സാറേ, അവൻ പറ്റിക്കും, തള്ളൂല. ഒന്ന് പോയി നോക്കൂ. സാറേ, ഒന്ന് കൈവെക്കാം. പിന്നെന്താ മതിയോ? വണ്ടിയുമ്പോ കൈവെക്കാമോ എന്നാണ് ചോദിച്ചത്. വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ. നിന്റെ അപ്പനോട് പറയടാ. ഉണ്ണി, ഞാനും വേണേ പുറത്താണ്ടാ. വണ്ടി നിർത്തടാ. എടാ പട്ടി. പിന്നെ നിർത്തിയാ എടുത്തോണ്ട് പോടാ. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ആ. ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമല്ലോ. ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2000 ജൂൺ മാസം 1-ാം തീയതിയാണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അത് എടാ, ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാർട്ടിയാ. കാക്കനാട് നിന്ന് ആമ്പല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ 112 കിലോമീറ്റർ വരും. എന്നത്തേക്കാ? മറ്റന്നാള്. മറ്റന്നാളോ? പെട്ടെന്നായോ? മടത്തിപ്പറമ്പ് ട്രാവൽസിനെ ഒരു ബുക്ക് ചെയ്തിരുന്നത്. ഞാനത് വെട്ടി. ആഹാ. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാനങ്ങ് ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 രൂപ വാങ്ങുന്നുണ്ട്. എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അറിയോ? മനസ്സിലായില്ല. എടാ, 2500 രൂപ കൊടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ബിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്. ഒറ്റ വണ്ടിയുള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാൻ. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ. അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട കളിയില്ലേ സുന്ദര. ചവിട്ടി നോക്കാം. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാലാ? അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ഓ, ചെലവൊരുപാടാവും അല്ലേ? എടാ, വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ലേ, അതുപോലെ. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കന്റെ അച്ചു. എന്താ ഇത്? വണ്ടി. ഈ കാടും പണ്ടൊക്കെ എന്തിനാ ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. ഇങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ദേ, ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല. അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ. കാരണം വണ്ടി നല്ല കണ്ടീഷനാണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിന് തന്നെ പോണ്ട കാര്യം എന്താ? നല്ല ആഴ്ചയെ വണ്ടി വന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ഇഡലിയും ചായയും. ഇഡലി ചായ ഓൺ ദ വേല നിർത്തിയെടുത്ത് മേടിച്ചാ. എല്ലാവരും കേറിക്കോളൂ. ചായ കുടിക്കും. ഹാവൂ, കല്യാണ ചെക്കൻ അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. സുന്ദര, അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്.
ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ അയ്യോ എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മേശോട്ടി കളിക്കാ കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും ആമ തുണി മാറട്ടെ പൊയ്ക്ക അല്ലല്ല അതെ, ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാണ്? ഞങ്ങളല്ലല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര. സുന്ദര അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. അടി ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. ഫാനില്ല. നോക്കട്ടെ പണ്ടാറ് ഇരുമ്പോണ്ടുണ്ടാക്കി. ഷർട്ടെടുക്ക്. കണ്ടണേ. പോയാ പിന്നെയും പെറ്റിക്കോട്ടായ. ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു, ഇടലെങ്കിൽ ഇടലി. പോയാൽ വയ്യ. കൊടുക്ക്, ചട്ടെടുക്ക്, പെട്ടെന്ന് പുറത്തില്ല, അല്ല ഉടുപ്പിക്കേ. അതോടെ മാറ്റി ഉടുപ്പിച്ചു. ആഹാ മുടുക്കനായിപ്പ. സൂക്ഷിച്ച് ഇതേതാ ആരാ ഇവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയാണ്. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണ ചെക്കൻ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. ഓ പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. സമയം കളയാതെ അകത്തേക്ക് കയറാം. സമയമൊന്നും ആയിട്ടില്ല, രാഹുകാലം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. ഓ എന്തോന്ന് രാഘുവാനം, ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ലേ. അല്ല നമുക്കൊക്കെ പിള്ളേരില്ലെന്ന് ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കുക. കേറിയവരൊക്കെ അവിടെ ഇരിക്കും. രാഹുകാലം കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ എന്റെ കല്യാണത്തിന് ഒരു രാഹുകാലം കഴിയാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലു പിടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നേ. അല്ല മണവാളം കേറില്ലേ? എടോ, ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കി, എന്നിട്ട് ഞാൻ കേറാം. അല്ല വണ്ടി തിരിക്കാം, അവിടെ നിന്ന് മാറിയേക്ക്. എടോ താൻ വണ്ടി എടുക്കടോ. വണ്ടി എടുക്കാം അവിടെ. എടോ വണ്ടി എടുക്കാൻ. എന്റെ അമ്മോ.